നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇനി ആ കളി ട്രംപിന്റെ അടുത്ത് നടക്കില്ല. ജനിക്കുന്ന കുഞ്ഞിന് വിദേശ പൗരത്വം കിട്ടാനായി ഗർഭിണികൾ വിദേശ രാജ്യങ്ങളിലെത്തി പ്രസവം നടത്തുന്നതിനാണ് പ്രസവ വിനോദസഞ്ചാരം അല്ലെങ്കിൽ ബർത്ത് ടൂറിസം എന്നൊക്കെ പറയുന്നത്. ഗർഭിണികൾക്ക് ഇനി മുതൽ വിസ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് US സർക്കാരിന്റെ നീക്കം. പ്രസവ വിനോദസഞ്ചാരത്തിന് വിലങ്ങിടുവാൻ ട്രംപ് ഭരണകൂടം അതുകൊണ്ട് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രസവത്തിനായി US-ലെത്തുന്നവർക്ക് മറ്റു ചികിത്സകൾക്കായി എത്തുന്ന വിദേശീയരുടെ പരിഗണന നൽകിയാൽ മതിയെന്ന് US വിദേശ മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നതായാണ് വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചികിത്സയ്ക്കാണ് US-ൽ എത്തിയതെന്നും അനാവശ്യമായ പണം കയ്യിലുണ്ടെന്നും വിസ അപേക്ഷകൾ തെളിയിക്കണം. ഈ നിർദ്ദേശം വെള്ളിയാഴ്ച വിദേശ മന്ത്രാലയം പരസ്യപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നതും. US-ൽ ജനിക്കുന്ന ആർക്കും ആ രാജ്യത്തിന്റെ പൗരത്വം കിട്ടുമെന്നാണ് നിയമം. അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാനായി ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളുടെ തുടർച്ചയാണ് ഇതും. US അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ പ്രസവ വിനോദസഞ്ചാരത്തിന് വലിയ പ്രചാരവുമുണ്ട്. കോടികൾ വാങ്ങി പ്രസവത്തിനായി സ്ത്രീകളെ US-ലെത്തിക്കുന്ന ഒട്ടേറെ കമ്പനികളും ഇന്ന് പ്രവർത്തിച്ചു വരുന്നു. റഷ്യക്കാർ പലരും പ്രസവത്തിന് തെരഞ്ഞെടുക്കുന്നത് മിയാമി എന്ന സ്ഥലമാണ്. മനോഹരമായ ബീച്ചും നിശ ക്ലബ്ബുകളും ഒക്കെ ഇവിടെയുണ്ട്. റഷ്യൻ ഗർഭിണികളെ ആകർഷിക്കുന്നതും ഇത് തന്നെയാണ്. മാത്രമല്ല, ഇതിന്റെ അമേരിക്കൻ പൗരത്വം ഇവർ ഏറെ പ്രാധാന്യമുള്ളതായി കണക്കാക്കുകയും ചെയ്യുന്നു. മിയാമിയിലെ സണ്ണി ഐൽ ബീച്ച് അറിയപ്പെടുന്നത് തന്നെ ലിറ്റിൽ റഷ്യ എന്നാണ്. റഷ്യയിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ ഏറെയും. റഷ്യൻ മാർക്കറ്റ്, റഷ്യ ഡോക്ടർ, റഷ്യൻ അഭിഭാഷകർ എന്നുവേണ്ട മോസ്കോയുടെ ചെറിയ പതിപ്പാണ് ഇവിടം. ഇവിടേക്ക് പ്രസവത്തിന് പല റഷ്യൻ ഗർഭിണികളും എത്തുന്നുമുണ്ട്. ഗർഭിണികൾക്ക് സൗകര്യമൊരുക്കുവാൻ ട്രാവൽ ഏജൻസികൾ ഇവിടെ മത്സരമാണെന്ന് പറയാം. താമസ സ്ഥലം കണ്ടെത്തുവാൻ, ഡോക്ടർമാരെ ഒപ്പിക്കൽ, വിസ തരപ്പെടുത്തൽ, അങ്ങനെ പോകുന്നു ഓഫറുകൾ. 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് പലരും ഈടാക്കുന്നതും. റഷ്യക്കാർക്ക് മിയാമി ആണെങ്കിൽ ചൈനീസ് ഗർഭിണികൾക്ക് പഥ്യം തെക്കൻ കാലിഫോർണിയയാണ്. 2 വർഷം മുമ്പ് കാലിഫോർണിയയിൽ ചൈനീസ് ഗർഭിണികൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ അമേരിക്കൻ അന്വേഷണ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത് വലിയ വാർത്തയായിരുന്നു. ആശുപത്രി ചെലവ് കുറയ്ക്കുവാൻ പലരും നിർധന രേഖ വ്യാജ നിർമ്മിച്ചതായിരുന്നു അന്ന് കണ്ടെത്തിയത്. അമേരിക്കൻ ഭരണഘടനയിലെ 14ാം ഭേദഗതിയാണ് വിദേശ ഗർഭിണികളുടെ മോഹം സഫലമാക്കുന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും അമേരിക്കൻ പൗരത്വം ഉറപ്പാക്കുന്നതാണ് ഈ ഭേദഗതി. ഈ കുഞ്ഞുങ്ങൾക്ക് ആയുഷ്കാലം അമേരിക്കയിൽ ജീവിക്കുവാനും ജോലി ചെയ്യുവാനും അവകാശം ഉറപ്പിക്കുന്നതാണ് ഭേദഗതി അന്ന് വന്നത്. ഈ കുഞ്ഞിന് 21 വയസ്സ് കഴിഞ്ഞാൽ വിദേശ രക്ഷിതാക്കൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുകയും ചെയ്യാം. ഇത് വ്യാപക കുടിയേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. പക്ഷേ ട്രംപിന് അന്ന് ഇക്കാര്യം നേടിയെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോൾ ആ നിയമത്തിന് വിലങ്ങിട്ടിരിക്കുകയാണ് ട്രംപിന്റെ സർക്കാർ. അമേരിക്കയിൽ പ്രസവിക്കുന്ന വിദേശ വനിതകൾ പ്രതിവർഷം 36,000 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത്. കണക്കുകളിൽ ഇത് ചെറുതായി കാണിക്കാം. എന്നാൽ ഫ്ലോറിഡ അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ പ്രസവിക്കുന്ന വിദേശികളുടെ എണ്ണം ഓരോ വർഷവും കൂടി വരികയാണെന്നുള്ളതാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെയാണ് ബർത്ത് ടൂറിസം നിർത്തുവാനായി ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.